എല്ലാ പ്രേക്ഷകർക്കും ബി4 ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ് ഇത്. ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസ്നേറ്റ് ആകണമെന്നില്ല. റെസ്നേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ ആ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. നമുക്ക് നൽകിയിരിക്കുന്നത് 10 കാർഡുകൾ വെച്ചുള്ള റീഡിംഗ് ആണ്. നിങ്ങൾ ആരൊക്കെ ഈ റീഡിംഗ് കാണുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ ബാധകമായൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും സാങ്കേതിക വശങ്ങൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇത്. ഒരു ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് ബാധകമായിരിക്കും. നിങ്ങളിലേക്ക് എത്തുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുകയാണ്. നമുക്ക് ഓരോ കാർഡുകളിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് ദി സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. എന്താണ് നിങ്ങളുടെ സന്തോഷ വാർത്ത എന്നുള്ളത് നോക്കാം. സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ് പ്രതീക്ഷ, ആശ്വാസം, ആത്മവിശ്വാസം എന്നിവ പ്രദാനം ചെയ്യുന്ന മഹത്തരമായൊരു കാർഡാണ്. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിനെക്കുറിച്ച് നിശബ്ദമായി പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ കൊണ്ട് അവർക്ക് തൃപ്തിയും ആകർഷണവും ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ അവർ ആലസ്യവും ആഴവുമുള്ള ഒരു ബന്ധമായി കാണുന്നു നിങ്ങളുടെ ബന്ധത്തെ. എന്നാൽ ഇപ്പോഴത്തെ ആഴത്തിലുള്ള ബന്ധത്തിന് ചിലർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ തടസ്സങ്ങൾ ഭേദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് എത്താനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിലും വലിയൊരു ഇഷ്ടം, അതിലും വലിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും തീക്ഷ്ണമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ രണ്ടാമത്തെ കാർഡിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത്, ഈ കാർഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, 6 ഓഫ് കപ്സ് എന്നൊരു കാർഡാണ്. പഴയ ഓർമ്മകളും ബാല്യകാല ബന്ധങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ദൃഢതയുടെ പഴക്കമായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ നിങ്ങളോടുള്ളൊരു ആകർഷണം തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു. അത് മനസ്സിലാക്കാതെ നിങ്ങളെ വിട്ടു പോയ ഒരു വ്യക്തിയുടെ കുറ്റബോധം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതവുമായി അത് മാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ വിട്ടുപോയ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ വിങ്ങൽ ഇവിടെ അറിയാൻ കഴിയുന്നുണ്ട്. ടാരോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു വശം, അതായത് ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിങ്ങൽ ഇവിടെ അറിയാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നാം പറയുന്നത്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നിങ്ങളെ വിട്ടുപോയതിൻ്റെ, അതായത് നിങ്ങളുടെ കുറ്റമല്ല, ആ വ്യക്തി അത് ചിന്തിച്ച് ആ വ്യക്തി പോയി എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അതിൻ്റെ ഒരു വിങ്ങൽ ഇവിടെ കാണാം. അതായത് വീൽസ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ്. എന്ത് സൗഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാർഡാണ്. വീൽസ് ഓഫ് ഫോർച്യൂൺ, മാറ്റങ്ങൾ, ഭാഗ്യചക്രം, അനിയന്ത്രിത സാധ്യതകൾ എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള സമീപനം സ്ഥിരമല്ല. ഒരിക്കൽ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും പിന്നീട് ഒരു വെറുപ്പുണ്ടാകുകയും പിന്നീട് അകൽച്ചയും വെറുപ്പും മാറി മാറി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ അവർക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്തകളും അവരുടെ കയ്യിലല്ല. അവർ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങളെ വിഷമിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, നിങ്ങളോട് സ്നേഹമില്ലാത്ത ചില നിലപാടുകൾ അവർ സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് തകർച്ചയൊന്നും സംഭവിക്കില്ല. പക്ഷേ അവരുടെ നിലപാടിൽ നിങ്ങൾ കുറേ വിഷമിക്കുന്നൊരവസ്ഥയുണ്ടാകും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമായത് ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജീവിതത്തിൽ സന്തോഷവും സുഖവും സമ്മിശ്രമാണ് എന്നുള്ളത് ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ആ വ്യക്തി
നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ചില ദുഃഖങ്ങളും ചില വിഷമങ്ങളും ഒഴിവാക്കാൻ കഴിയാത്തതാണ്. അത് മറിഞ്ഞിരിക്കുന്നു. പക്ഷെ ആത്യന്തികമായി ആ വ്യക്തിയെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുക എന്നുള്ളതാണ്. ജീവിതം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു ഭാഗ്യ പരീക്ഷണമാണ്. വീൽസ് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന പോലെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭാഗ്യമാണ്, പക്ഷെ അത് പരീക്ഷിക്കപ്പെട്ട കിട്ടണം. കൂടുതൽ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ കിട്ടുന്നില്ല. കഷ്ടപ്പാടും ദുരിതവും ചെറിയ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ സൗഭാഗ്യത്തിലേക്ക് എത്താൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് ഇവിടെ ഈ കാർഡുകളിൽ നിന്ന് തന്നെ നമുക്ക് ദൃശ്യമാണ്. ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ അടുത്ത കാർഡിലേക്ക് പോവുകയാണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. നഷ്ടം, അവഗണന, ഒറ്റപ്പെടുത്തൽ. ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന ഉണ്ടായിട്ടുണ്ട്. ഇത് തെളിയിക്കുന്നത് ആ വ്യക്തി പലപ്പോഴും നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് പുറത്തായി പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ മുമ്പിൽ വരാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാൻ മടിയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തിൽ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചപ്പോഴും ആ വ്യക്തിക്ക് എല്ലാ പിന്തുണയും നൽകിയപ്പോഴും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള അവഗണനയും ഒക്കെ നിങ്ങൾക്കുണ്ടായി. അതിന് ചില ആളുകൾ നിന്നിട്ടുണ്ട്, ചില ആളുകളുടെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആ വേദനകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിവിടെ ദൃശ്യവുമാണ്. മനസ്സിൻ്റെ വേദനകൾ ഇവിടെ കാണാം. 5ാമത്തെ കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് സ്വാർഡ്സ് ആണ്. 3 വാളുകളാണ്. ഹൃദയഭംഗം, ദുഃഖം, വേർപാട്. വാളെടുത്ത് പോകുന്ന അല്ലെങ്കിൽ കുറച്ച് കായികമായി ചിലക്ക് ഒരു ഉന്തും തള്ളുമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ കൂടെ ഒരിക്കലുണ്ടായിരുന്ന ബന്ധം അവർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ എപ്പോഴും അതിൽ നിന്ന് പൂർണ്ണമായി മോചനം ലഭിച്ചിട്ടില്ല. ഏതൊരു വിധത്തിലുള്ള അൺഫിനിഷ്ഡ് ഇമോഷൻ വിധത്തിൽ ഒരു ദുഃഖമുണ്ടായി. അവർക്കിപ്പോഴും വേദനയും ഓർമ്മകളും ഉണ്ട്. അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായൊരു വഴക്ക്, ആ വ്യക്തി നിങ്ങളെയും നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നപ്പോഴും ചില വഴക്കും അകൽച്ചകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റം ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റവും ഒക്കെ ദുഃഖകരമായി തീർന്നിട്ടുണ്ട്, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പലരും മിസ്യൂസ് ചെയ്യുകയും ഉപയോഗിക്കുകയും നിങ്ങൾക്കെതിരെ ആയുധമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം അടങ്ങി. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ദുഃഖമുണ്ട്, ആ വ്യക്തി അതിൻ്റെ പരിഭവമുണ്ട്. അങ്ങനെ കുറ്റബോധവും പരിഭവവും നിറഞ്ഞൊരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. പക്ഷേ ജീവിതത്തിൽ ആത്മാർത്ഥത രണ്ടുപേർക്കും മോശം വന്നു പോയിട്ടില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. മനസ്സിലെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന 6ാമത്തെ കാർഡാണ്. പ്രണയവും മനോഹരമായ പ്രകടനങ്ങളും കവിതാപരമായ സമീപനവും. നഷ്ടപ്പെട്ടു പോയ പ്രണയം നിങ്ങളും ആ വ്യക്തിയും തിരിച്ചു പിടിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ നിങ്ങളും ആ വ്യക്തിയും തിരിച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുകയാണ്. എല്ലാ തെറ്റിദ്ധാരങ്ങളും മാറുന്നു. ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ പകുതിയായി മാറാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ പ്രണയ ആവശ്യം അവസാനിക്കുന്നില്ല. നിങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രണയത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഇവിടെ കാണാം. എങ്ങനെ പോയാലും എൻ്റെ വ്യക്തി എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് ആ വ്യക്തി ഉറകെ പറയുന്നൊരവസ്ഥയാണ് കാണുന്നത്. ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ് വരുന്നത്. സമതുലനം, സംയമനം, മധ്യപാത. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു പ്രണയ വിജയം. നിങ്ങളോടുള്ള ബന്ധം ആ വ്യക്തി ഇപ്പോൾ നീക്കി വച്ചിരിക്കുന്നു, ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാൻ കുറച്ച് കഴിയട്ടെ, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. മുമ്പുണ്ടായിരുന്ന വെറുപ്പുമില്ല, അതിനു മുമ്പുണ്ടായ സ്നേഹവുമില്ല. സ്നേഹത്തിലേക്ക് അടുക്കുകയും വെറുപ്പിൽ നിന്ന് മോചനപ്പെടുകയും ചെയ്യുമ്പോഴും ഒരു ചെറിയ പിണക്കം അല്ലെങ്കിൽ ചെറിയൊരു ഇടവേള അവിടെ കാണാം. അത് നല്ലതിനാണെന്ന് മാത്രമേ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിലെ നഷ്ടങ്ങൾക്കെതിരെ
സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിലെ നഷ്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് ഈശ്വര ചൈതന്യമുണ്ട്, പക്ഷേ പൂർണ്ണമായി ആ പ്രതിസന്ധികൾ മാറിപ്പോയിട്ടുമില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതായത് ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. സംരക്ഷിതപരമായ ഒരു അവസ്ഥ, വികാരപരമായൊരു സ്ഥിരത. നാം സ്റ്റഡി ആകുന്നു എന്നൊക്കെ പറയില്ല. പ്രണയമായാലും ജീവിതമായാലും ശരി, പ്രതിസന്ധികളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റഡി ആകുന്നൊരു സമയം, നിങ്ങളെ ആ വ്യക്തി വിശ്വസിച്ചു കൊടുങ്ങുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, ആ വ്യക്തി നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി കാണുന്നു, ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കും സുരക്ഷിതത്വത്തിലേക്കും നിങ്ങൾക്കും ആ വ്യക്തിക്കൊക്കെ എത്താൻ കഴിയുന്നു, ഹൃദയം തുറക്കാൻ ആ വ്യക്തി തയ്യാറാക്കുന്നു, ഹൃദയത്തിലുള്ളത് അറിയാൻ നിങ്ങളും തയ്യാറാകുന്നു. അങ്ങനെ പ്രണയത്തിൻ്റെ ഒരു വിശേഷാൽ ഭാഗത്തേക്ക് എത്തിപ്പെടുന്നു. എല്ലാം മറന്നുകൊണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നു, എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഏഴാമത്തെ ഒരു കാർഡ് നമ്മൾ വിട്ടുപോയിരുന്നു. ദി ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ബോധവൽക്കരണം, പുനരാവിഷ്കാരം, ആത്മബോധം. മനസ്സ് നിങ്ങളിലേക്ക് എത്തുകയാണ്. മനസ്സിൽ നിങ്ങളോടുള്ള ഇഷ്ടം മാറുന്നില്ല. മനസ്സിൽ നിങ്ങളെ കണ്ടെത്താനുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുന്നു. മനസ്സ് പോസിറ്റീവായിട്ടുള്ളൊരു യാത്ര ചെയ്യുകയാണ്. ഇത്രയും കാലം എന്തിനാണ് ആ വ്യക്തി എന്തിനാണെന്നുള്ള ചോദ്യം ഉണ്ടായി. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ വില അറിയുന്നു, നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നു. നിങ്ങൾക്കൊരു ചാൻസ് നൽകാൻ ആ വ്യക്തി, ഒരു സെക്കൻഡ് ചാൻസ് നൽകാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് നിങ്ങളെ വേണ്ട, നിങ്ങളോടൊന്നും പറയാനില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാന കാർഡ് ഒരു ആത്മപരിശോധനയും ഉൾക്കാഴ്ചയുടെയും സമയമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സമീപനത്തിൽ തെറ്റുകൾ പറ്റിയെന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുന്നു. എന്നാൽ അതിലൊരു മുഷിച്ചലും തോന്നുന്നില്ല ആ വ്യക്തിക്ക്. ആ വ്യക്തിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് നിങ്ങളെ പിരിഞ്ഞിരുന്നതിന്. എല്ലാ തെറ്റും എൻ്റെ ഭാഗത്താണെന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അടുക്കുകയാണ്. എല്ലാ തെറ്റും ബോധ്യപ്പെട്ട ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്നുണ്ടാവും, എനിക്കിത്രയും നഷ്ടങ്ങളുണ്ടായി, എൻ്റെ വ്യക്തി പോലും എന്നെ സ്നേഹിച്ചില്ല. പക്ഷെ അതിലേക്കൊക്കെ വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സിലൊരു ആത്മസംഘർഷം നടക്കുകയായിരുന്നു. അതിൻ്റെ പരിണത ഫലമാണ് കണ്ടത്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. ഇനിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് പുതിയ വീഡിയോ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമാകും.